തൃശൂർ പൂരത്തിന്റെ ഗരിമ വിളിച്ചോതുക പന്തലുകളാണ്. പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടേത് നടുവിലാൽ, നായ്ക്കനാൽ എന്നിവിടങ്ങളിലും ഉയർന്നു കഴിഞ്ഞു. പന്തലിന്റെ ഉയരം കൂടുന്നതനുസരിച്ചാണ് പൂരത്തിലേക്ക് ഇനി എത്ര നാളെന്ന് ആളുകൾ തിരിച്ചറിയുക. സാമ്പിൾ വെടിക്കെട്ട് ദിവസം പന്തലിന്റെ വർണ്ണവിസ്മയത്തിന്റെയും സാമ്പിൾ പ്രദർശനം നടന്നു. വളരെയധികം മനുഷ്യാധ്വാനമുള്ളതാണ് പന്തലുകളുടെ നിർമ്മാണം. പാറമേക്കാവിന്റെ മണികണ്ഠനാൽ പന്തൽ ഒരുക്കുന്നത് നാദം ബൈജു ആണ്. രാത്രി 1 മണിവരെ നീളുന്ന പന്തൽ പണിയിൽ നാദം ബൈജുവിന്റെ സംഘത്തിലുള്ളത് 24 പേരാണ്. 19 വർഷമായി ഈ മേഖലയിലുള്ള നാദം ബൈജു തന്നെയാണ് പന്തലിന് വർണ്ണ വെളിച്ചമൊരുക്കുന്നത്. ഇപ്രാവശ്യം നന്നായിട്ട് എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ജോലിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. കാലാവസ്ഥ അനുകൂലമായിട്ട് വന്നു. പണി വലിയ റിസ്ക് ഇല്ലാണ്ട് തീർന്നു. അധ്വാനം കഠിനാധ്വാനം തന്നെയാണ്. കാരണം ഇത്രയും ജോലിക്കാർ രാവും പകലില്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത്. രാവിലെ 8:30 തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ 10 മണിക്ക് നിൽക്കും. ഉണ്ടാവും. ഇല്ല, അതെ. പണിയാണ് പ്രധാനം. ടൈമിൽ തീർക്കുക എന്നുള്ളതാണ്. വേറെ കേരളം മൊത്തം നമ്മൾ ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ ഉത്സവം, കൊല്ലം പൂരം, മറ്റേ ഇവിടെ ഈ വല്ലങ്കി വേല, പിന്നെ എല്ലാ എടപ്പാള്. തിരുവമ്പാടിയുടെ നടുവിലാൽ പന്തലൊരുക്കിയത് സെയ്തലവിയാണ്. തിരുവമ്പാടിക്കായി 16 വർഷമായി ഇദ്ദേഹം പന്തൽ നിർമ്മിക്കുന്നു. പിതാവിന്റെ കാലത്ത് തുടങ്ങിയ പന്തൽ ജോലിയിൽ ഇപ്പോൾ മകൻ ഹൈദരാലിയും ഒപ്പമുണ്ട്. 16 വർഷമായിട്ട് തിരുവമ്പാടി ദേശത്തിന് നമ്മൾ ചെയ്യുന്നതാണ് പന്തൽ. ഈ ഫീൽഡിലേക്ക് വന്നിട്ട് 40 വർഷമായി. ഈ ഫീൽഡല്ല, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ വാപ്പയായിട്ടുള്ളതാണത്. ഇവിടെ ഉണ്ട് കുറുക്കഞ്ചേരി പൂയം, പിന്നെ നെമ്മാറ വേല, മണപ്പുള്ളിക്കാവ് വേല, കണ്ണമ്പറ, മുടപ്പല്ലൂർ, പൂത്തരാളിക്കാവ് പൂരം, അങ്ങനെ മെയിൻ സ്ഥലങ്ങളിലൊക്കെ നമ്മളുണ്ട് പന്തലുകൾ ചെയ്യുന്നത്. കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ പ്രത്യേകത ഈ പ്രാവശ്യം ഇതുവരെ ഇവിടെ ചെയ്യാത്തൊരു മോഡലാണ് പന്തൽ. ഗോപുരം മാതൃകയിൽ ഇപ്പോൾ ഈ പ്രാവശ്യം റൗണ്ട് ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ആർക്കിടെക്ട് മോഡലാണ് പന്തലൊക്കെ ചെയ്യുന്നത്. അവനാണ് ഡിസൈനിങ് ഒക്കെ. അല്ല 16 വർഷം ഇവിടെ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടെ പന്തൽ ഡിസൈൻ ചെയ്ത് ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയുള്ള ആൾക്ക് തിരുവമ്പാടി ഇതിനാണ് ഇവിടെ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ കുറുക്കഞ്ചേരി പൂയത്തിനൊക്കെ നമ്മൾ തന്നെയാണ് എല്ലാ വർഷങ്ങളിലും ചെയ്യുന്നതും ഫസ്റ്റ് പ്രൈസ് സമ്മാനങ്ങൾ നേടുന്നത്. 8ൽ പഠിക്കുമ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്ത് അവന് ഫസ്റ്റ് ഡിസൈൻ ചെയ്ത് ആ പന്തൽ ഇവർക്ക് ഇഷ്ടമായി. എന്നിട്ട് അങ്ങനെ ഏൽപ്പിച്ചുള്ള. പിന്നെ അന്ന് മുതൽ ഇങ്ങോട്ട് പണിക്കാർ 10-40 പണിക്കാർ നിന്നിട്ടാണ്. 40-45 ആളുണ്ട്. മൊത്തം ഡൈനൈറ്റ് നിന്ന് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ അത്ര പെട്ടെന്ന് പന്തൽ പണി കഴിഞ്ഞത്. 25-ാം തീയതി തുടങ്ങിയാൽ ശരിക്കും കഴിയില്ല. അപ്പോൾ അത്രയും കൂടുതൽ മാൻ പവർ ഇട്ടിട്ട് വർക്ക് അവസാനിപ്പിച്ചതാണ്. രാവിലെ 8 മണിക്ക്, രാത്രി 10 മണി വരെ ഫുൾ ടൈം കഠിനാധ്വാനം തന്നെയാണ്. ലൈറ്റിങ് നമ്മൾ വേറെ ഒരു ഇതാണ്. നമ്മുടെ കൂടെ ഉള്ള ഒരാൾ തന്നെ. അത് ക്ലാസിക് ഗോപാൽ എന്ന് പറയും. അതാണ് ഇവിടെ മുളത്ത്. ഏതാ ഇപ്പോൾ എരിഞ്ഞിമരം എന്ന് പറയും. ആ മരമാണ് യൂസ് ചെയ്യുന്നത്. അതന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അതെ. പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ സ്ട്രക്ചറും അങ്ങനെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. കഴുങ്ങാണ് അതിനെ യൂസ് ചെയ്യുന്നത്. വേറെ മരമായിട്ട് നാച്ചുറലായിട്ട് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ലൈറ്റിൻ്റെ എന്ന് പറയുമ്പോൾ ബൾബ് പറയുമ്പോൾ പിക്സലാണ്, ഡിജിറ്റൽ ബൾബാണ്. പുള്ളി LED വാളിൻ്റെ പോലെ ആക്റ്റീവ്. നായ്ക്കനാൽ പന്തലൊരുക്കിയത് ചേറൂർ സ്വദേശി പള്ളത്ത് മണികണ്ഠനാണ്. 14 ലൈറ്റ് ജോലിക്കാരും 10 പന്തൽ ജോലിക്കാരും അടങ്ങുന്ന സംഘത്തിന്റെ അധ്വാനമാണ് നായ്ക്കനാൽ പന്തലിന് പിറകിലുള്ളത്. ഇത്തവണ ഏറെ പ്രത്യേകതയുള്ള പന്തലാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പന്തൽ സംഘത്തിലെ സജീവൻ സാക്ഷ്യപ്പെടുത്തുന്നു. നടന്നുകൊണ്ടിരിക്കുന്നു. സാമ്പിളാണ്. അതിന് മുമ്പായിട്ട് എല്ലാ പണികളും കഴിഞ്ഞ് അതിൻ്റെതായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണികൾ ഫിനിഷിങ്ങിലാണ്. ഇപ്പോൾ മണികണ്ഠൻ പള്ളത്ത് എന്ന് പറഞ്ഞ ആളാണ്, ചേറൂരിലാണ്.
എത്ര വർഷമായി ആള്? ആളിവിടെ ഒരു 10-12 വർഷത്തോളമായിട്ട് മാറി മാറി ഇങ്ങനെ രണ്ടു കൊല്ലം മാറി നിന്ന് മാത്രമല്ലോ അതേ ചെറുപണികളും പ്രതി ചെറുപണികളൊക്കെ ചെയ്യുന്ന ആളാണ്. ഇതിപ്പോ എത്ര ദിവസത്തെ പണിയാണ്? ഇതിപ്പോ ഒരു 10-15 ദിവസമായി. ഇപ്പോൾ നോക്കി 15 ദിവസമായി. എത്ര രാവിലെ തൊട്ട്? രാവിലെ ഒരു 8 മണി തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 10 മണിയാവും. വയസ്സ് അവസാനിക്കുമ്പോൾ 10 പേര് പണി വർക്ക് ചെയ്തിട്ട് എത്ര പേരുണ്ടാവും? 10 പേര് പന്തൽ പണിക്കാരുണ്ട്. 10 പേര് വേറെ ലൈറ്റ് പണിക്കാരൊക്കെ ഉണ്ട്. ഈ പന്തലിന്റെ പ്രത്യേകത? പന്തലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി മോഡലാണ്. എല്ലാ കൊല്ലത്തെയും ഒരു മാറ്റം പ്രശ്നം ചെയ്തിട്ടുള്ളതാണ്. അതിൽ എല്ലാ കൊല്ലം സാധാരണ പന്തല് ഹൈറ്റ് കൂടുതലാണ്. പിന്നെ പന്തല് എല്ലാ പന്തലായിട്ടും ഹൈറ്റ് ഒരു 90 അടി മേലെ ഹൈറ്റ് ഉണ്ട് പന്തലിൽ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. കേരളത്തിലെ വിവിധ പൂരങ്ങൾക്ക് പന്തലൊരുക്കുന്ന വിദഗ്ധരാണ് ഇവരെല്ലാം. എവിടെയൊക്കെ പന്തലൊരുക്കിയാലും തൃശൂർ പൂരത്തിന്റെ പന്തൽ നിർമ്മാണത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ പന്തൽ എന്തായാലും നമ്മൾ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും. അതൊരു പ്രത്യേകതയാണ്. അത് ഇതാണ് പേരും എല്ലാ കാര്യങ്ങളും ഉള്ളൊരു വർക്കാണത്. ഇതിട്ട് കഴിഞ്ഞാൽ വേൾഡിലടക്കം നമ്മളെ അറിയാൻ പറ്റും. അതുതന്നെയാണ് തൃശ്ശൂർ പൂരം. അതുതന്നെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. തൃശ്ശൂർ പൂരത്തിന് പന്തലിട്ടാൽ എല്ലാ സ്ഥലത്തും അറിയാൻ പറ്റും.